ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തിരുവനന്തപുരം സ്പെഷ്യൽ ആയിട്ടുള്ള രസവട തയ്യാറാക്കാം. അപ്പോൾ രസവട എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽസിന്റെ സമയത്ത് ഒക്കെ തയ്യാറാക്കും. അതുപോലെ തട്ടുകടകളിലൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. പരിപ്പോടെ തയ്യാറാക്കി അത് രസത്തിൽ സോക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. രസവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വടപ്പരിപ്പാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വടപ്പരിപ്പ് എന്ന് ചോദിച്ചാൽ കിട്ടും. പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഗ്രീൻ പീസ് ദാൽ അല്ലെങ്കിൽ പീസ് ദാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. അതിനുശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ടല്ല അരച്ചെടുക്കേണ്ടത്, കുറച്ച് തരികളോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു 2 പ്രാവശ്യമായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചതച്ചെടുക്കാമെന്നാണ് പറയാം. എല്ലാം നന്നായിട്ട് അരഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ മതിയെ. കുറച്ചൊക്കെ അങ്ങനെ എന്നോട് തന്നെ, അതായത് മുഴുവനോട് തന്നെ കിടുന്നോട്ടെ, കുഴപ്പമില്ല. സാധാരണ പരിപ്പുവടക്കൊക്കെ ചേർത്തെടുക്കുന്ന രീതിയിൽ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കിയതിന് ശേഷമാണ് രസവട തയ്യാറാക്കുക. അതായത് രസം ഉണ്ടാക്കിയിട്ട് അതിൽ സോക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് എന്താ പറയുക, ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ വേണം ആവാൻ. പക്ഷെ ഒരുപാട് അരഞ്ഞു പോരുത്. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 25ഓളം ചെറിയുള്ളിയാണ് കേട്ടോ. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 5 ഉണക്കമുളക്, പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരു വെജിറ്റബിൾ ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇതാദ്യം നമുക്ക് ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്താലും മതി. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം അളവിൽ കായത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പരിപ്പൊടിയിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇതിലേക്കാണ് ചേർക്കുന്നത്. അതിനുശേഷം കായ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടത്. ഇനി ഈ വടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളിയും എല്ലാ സംഭവങ്ങളും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കായ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ പരിപ്പുവടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ രസവടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ചെറിയ വടകളാണ് തയ്യാറാക്കാറ്. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ പരിപ്പുവട കിട്ടിയല്ലോ. അതായത് നടുഭാഗത്ത് കട്ടി ഉണ്ടായിരിക്കണം, വശങ്ങളിൽ കട്ടി കുറഞ്ഞിരിക്കണം. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പരിപ്പുവട എന്ന് പറയുമ്പോൾ പൊതുവെ ഒരുപാട് കട്ടിയുടെ ആവശ്യമില്ല, ഈ ഒരു കട്ടി മതി. ഇപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വടകൾ ഇട്ട് കൊടുക്കാം. കാരണം ചെറുത് മതി എന്ന് പറയണതിൻ്റെ കാരണം നമ്മളിത് രസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് വേർത്ത് വരും. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പോൾ കണ്ടു, 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കിത് കോരി മാറ്റാം. ഇതിപ്പോൾ അവസാനത്തെ ബാച്ചിനുണ്ട്. ഞാനെല്ലാം വറുത്തെടുത്തു കഴിഞ്ഞു. ചെറുതാവുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് സോക്കായിട്ടും വരും, കഴിക്കാനും നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വടകളൊക്കെ റെഡിയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ നമുക്കിത് കുതിർത്തിയെടുക്കണം. ഇതോടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. തുവരപ്പരിപ്പ് ഞാനിതിലേക്ക് ചേർക്കണത് 3 ടീസ്പൂൺ അളവിലാണ്, അതായത് 1 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ വേണ്ടത് മുഴുവനോട് കൂടിയ മല്ലിയാണ്. മല്ലി ഞാനിതിലേക്ക് ചേർക്കണത് 1 ടേബിൾ സ്പൂൺ തന്നെയാണ്, അതായത് 3 ടീസ്പൂൺ അളവിൽ. നമുക്കൊന്ന് വറുത്തെടുക്കണം വേണ്ടത്.
അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മുഴുവനോട് കൂടിയ മല്ലിയൊന്നും ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം, മുളക് പൊടി അങ്ങനെ ചേർത്തിട്ട് ചേർക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് മസാല തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാനിതിലേക്ക് ഒരു 7 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, സാധാരണ ഉണക്കമുളക്. പിന്നെ രസമല്ലേ മെയിനായിട്ട് വേണ്ടത് കുരുമുളകാണ്, മുഴുവനോട് കൂടി കുരുമുളക് 2 ടീസ്പൂൺ അളവിൽ. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിയൊക്കെ വറുത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം കണ്ടോ ഞാനിത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൗഡർ റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 വറ്റൽമുളകാണ് കേട്ടോ, ഉണക്കമുളക്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനൊരു 3-4 തണ്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില നന്നായിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇനി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് 2 നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. ഇതൊന്ന് മുറിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. ഞാനൊന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കണം. അപ്പോൾ വെളുത്തുള്ളിക്ക് ഒന്ന് വഴന്നുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നു നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, ലൂസിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ചേർക്കാം. ഞാനിതിലേക്കൊരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം വെള്ളം കുറച്ച് അധികം ഉണ്ടാവണം, അല്ലെങ്കിൽ വട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഡ്രൈ ആയിട്ട് വരും. ഈ ഒരു പരിപ്പ് വട ഇതിൻ്റെ വെള്ളം നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നാടൻ പച്ചമുളകൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാൻ നല്ല ഫ്ലേവറൊക്കെ വരും. ഇതിപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ശർക്കര ഉരുക്കിയെടുത്തതാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ അളവിൽ. ഇതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ മല്ലിയില മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വട ഉണ്ടല്ലോ, വട ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയേ. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇത് റെഡി ആയതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ട് സോക്കായിട്ടൊക്കെ വരും. ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് ഇത് നന്നായിട്ട് സോക്കായിട്ട് വരണം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് തിളച്ചപ്പോഴേക്കും വട അത്യാവശ്യം വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നത് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസവട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.